രചന നൗഫു ചാലിയ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നാണുണ്ടോടാ അനക്ക് അച്ചി വീട്ടിൽ എച്ചിനും തിന്ന് ജീവിക്കാൻ? എന്റെ മോഹ കഷ്ടപ്പെട്ടുണ്ടാക്കണ മുഴുവൻ ഉളുപ്പും കൂടാൻ നേരത്തിന് വന്ന് വെട്ടി വിഴുങ്ങാൻ. അതിനാണല്ലോ ഒരു പണിക്കും പോകാതെ ഇവിടെ തന്നെ ഇരിക്കണത്. കജ്ജും കാലും കക്കി നേരത്തിന് അങ്ങോട്ട് വന്നിരുന്നാ മതിയല്ലോ. നേരത്തിന് ഭക്ഷണം, കടക്കാൻ ഏസിയുള്ള മുറി, 6 അടി നീളത്തിലൊരു കട്ടില്, പിന്നെന്റെ മോളെന്ന് പറയുന്ന ഒരുവളും കൂടെ ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം? ഉപ്പ സുലൈമാൻ ഹാജി എന്നെ നോക്കി പറയുന്നേട്ട് എന്റെ തൊലി മുഴുവൻ ഉരിഞ്ഞു പോകുന്ന പോലെ എന്റെ നെഞ്ച് കലങ്ങി, കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ഒലിച്ചു തുടങ്ങി. ഡാ ആണായാലേ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. ഇജ്ജെന്തിനെങ്ങനെ പെണ്ണുങ്ങളെ പോലെ മോങ്ങണ്? ഞാൻ പറഞ്ഞില്ലെന്തെങ്കിലും തെറ്റുണ്ടോ? അണക്കും മക്കൾക്കും വെച്ച് വിളമ്പാനാണോ എന്റെ മോനും വരുവോളും? കഴിഞ്ഞ മാസത്തെ എന്റെ മക്കളുടെ സ്കൂൾ ഫീസ് പോലും കിട്ടിയത് ഓനല്ലേ? ഓൽക്കുള്ള ബാഗും കിറ്റും ബുക്കെല്ലാം വാങ്ങിയത് ഓൻ തന്നെ. ഇജ്ജൊക്കെ ഒരു ഉപ്പയാണോടാ? മൂക്കിനതായ മീശ വെച്ചാലേ ആണാവില്ല. അതിനെ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. അതെങ്ങനെയാ അച്ചി വീട്ടിൽ കഴിയുന്നവന് തന്റെ ഇടം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമോ? ഇവിടെ സുഖമായിട്ട് കഴിയാന്ന് ഇരുന്ന് നല്ലൊരു ജോലി പേച്ച് വന്നിരിക്കുക. ഏരണം കെട്ടവൻ അനുഭവിച്ചോ? വരുത്തി വെച്ചതല്ലേ? അല്ലെങ്കിലും സ്വയം ഓരോ തീരുമാനം എടുക്കുന്നവരുടെ എല്ലാ അവസാനം ഇങ്ങനെ തന്നെയാ. എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഓനോ എന്റെ മക്കൾക്കും വേണ്ടിയാ. അതിങ്ങനെ തിന്ന് മുടിക്കാൻ ചെറിയും തുറന്ന് ചിരിച്ച് വന്നിരിക്കരുത്. നാളെ തന്നെ കിട്ടുന്ന പണിക്കോ എന്തെങ്കിലും കൊണ്ടുവന്നാ അണക്കും എന്റെ മക്കൾക്ക് കൂടുന്ന ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഒപ്പിയൊന്ന് നിർത്തി എന്നെ കടുപ്പിച്ചൊന്ന് നോക്കി. ആ നോട്ടം എന്റെ മക്കളിലേക്കും ഭാര്യയിലേക്കും നീങ്ങി. പിന്നെ കൂടുതലൊന്നും പറയാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒപ്പ പറഞ്ഞതിന്റെ ബാക്കി എനിക്കറിയാം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, പെട്ടിയെടുക്കാം. പ്രമാണമില്ലാത്തതുകൊണ്ട് നോ ടെൻഷൻ. അല്ലെങ്കിലും അച്ചി വീട്ടിൽ കഴിയുന്നവന് എച്ചിൽ പട്ടിയുടെ വില പോലും കിട്ടില്ലല്ലോ. അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അതൊരു ചടങ്ങ് പോലെ കൊണ്ടുപോകുന്നവർ. ഇതെന്റെ കഥയാണ് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ജീവിതം. എൻ്റെ പേര് ഹൈദർ, ഭാര്യ 2 പെൺകുട്ടികളും. 6 മാസം മുമ്പ് വരെ ഞാൻ ഇവർക്ക് ആരായിരുന്നു എന്ന് ഓർത്തുപോയി. ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച് വിശേഷം അറിയുന്നവർ. ഊണിലും ഉറക്കത്തിലും എൻ്റെ മരുമോൻ എന്ന് പറയുന്ന ആളായിരുന്നു സബീനയുടെ ഉപ്പ. സബീന എൻ്റെ ഭാര്യ. ഞങ്ങളുടെ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. അന്ന് എനിക്ക് വിദേശത്ത് നല്ലൊരു ജോലിയുള്ളതുകൊണ്ട് തന്നെയായിരുന്നു അവളുടെ ഉപ്പ എനിക്ക് അവളെ കെട്ടിച്ചെന്ന്. ഉപ്പ പറയുന്നേട്ട് ഓളും മക്കളും ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി. അവർ പോകുന്നത് കണ്ണിലെ മൂടലിൽ കൂടി മഞ്ഞകണങ്ങൾ മുന്നിൽ നിറയുന്ന കാഴ്ച പോലെ ഞാൻ അറിഞ്ഞു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കവിളിലൂടെ താടിക്കുള്ളിലെവിടെയോ ഒളിക്കാൻ തുടങ്ങി. സ്വന്തം ഉപ്പയെ പോലെ കണ്ടിരുന്ന ആൾ. മനസ്സ് വല്ലാതെ വീർപ്പ് മുട്ടുന്ന പോലെ, ഹൃദയം ഒരിക്കലും താങ്ങാൻ പറ്റാത്ത പോലെ വേഗത്തിൽ മിടിക്കുന്നതിന് കൂടെ നെഞ്ചിലൊരു സൂചി കൊണ്ട് കുത്തുന്ന വേദനയും. ചിലതൊന്നും മനസ്സിന് താങ്ങാൻ കഴിയില്ല. അത്രമേൽ അടുപ്പമാണെന്ന് കരുതിയവരുടെ വാക്കുകൾ, അവരുടെ നോട്ടം പോലും ഉള്ളിൽ അത്രയും വേദന നിറയ്ക്കും. കഴിച്ചുകൊണ്ടിരുന്ന ചോറിലേക്ക് താടിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന കണ്ണുനീർ കുടുകുടയെന്ന് ഊർന്നിറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഞാൻ കരയുകയാണെന്ന് മനസ്സിലായത്. ഇനിയും ഈ ഭക്ഷണം എൻ്റെ തൊണ്ടയിൽ കൂടി ഇറങ്ങില്ല. പക്ഷേ ഭക്ഷണത്തെ നിന്ദിക്കരുത്. പണ്ട് ഉമ്മ പറഞ്ഞു തന്ന വാക്കുകൾ ഇന്നും മനസ്സിൽ ഒളിമങ്ങാതെയുണ്ട്. ഒരു വറ്റ് നിലത്ത് വീണാൽ പോലും അത് എടുത്തു കഴുകി വൃത്തിയാക്കി കഴിക്കണം. ഞാൻ ആ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. ഇവിടുത്തെ അവസാനത്തെ ഭക്ഷണം. ഞാൻ റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പെണ്ണ് ഞങ്ങൾക്കുള്ള വസ്ത്രവും ബാക്കിയുള്ള എടുത്ത് ബാഗിലാക്കി വെച്ചിരുന്നു. പോവില്ലേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്? കുഞ്ഞു വീടാണെങ്കിലും അടച്ചുറപ്പില്ലെങ്കിലും നമുക്ക് 4 പേർക്കും സ്വർഗം പോലെ കഴിഞ്ഞൂടെ അവിടെ? അവളെൻ്റെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണിലും ഒരു തിരയിളക്കം ഞാൻ കാണുന്നുണ്ട്. കരഞ്ഞിട്ടുണ്ട് അവൾ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ വീട് മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ കൊട്ടാരത്തേക്കാൾ സുരക്ഷ നൽകും. എനിക്ക് വേണ്ടിയല്ലേ ഈ വീട്ടിൽ ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ടി വരുന്നു. നിങ്ങളെ കൊച്ചാക്കുന്നതിനിടയിൽ എനിക്ക് എന്ത് സന്തോഷം കിട്ടാനാ കാക്കൂ? എൻ്റെ കൽബിനെ വെറുക്കുന്നവരെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ എൻ്റെ മുടിയിൽ കൈകൊണ്ട് തലോടി. ചില സമയം അവൾ എനിക്ക് ഉമ്മയാവും, ചില സമയത്ത് എൻ്റെ സഹോദരി, അതുമല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ്. ഒരേ സമയം 4-5 വേഷം കിട്ടാൻ കഴിയുന്നവൾ. ഇനി വേണ്ട, പട്ടിണിയാണെങ്കിൽ എൻ്റെ ഇക്ക എന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കും. നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങാൻ കാക്കൂ. എല്ലാം ഒന്നിനെ തുടക്കത്തിൽ നിന്ന്. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവളുടെ സങ്കടം എൻ്റെ നെഞ്ചിൽ വന്ന് വീഴുന്ന ഞാൻ അറിഞ്ഞു. പൊള്ളുന്ന ചൂടായിരുന്ന അവളുടെ കണ്ണുനീരിന് ഞാൻ അവളുടെ മുഖം എൻ്റെ കൈക്കുമ്പിളിൽ ചേർത്ത് പിടിച്ചു. ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു, വേദന നിറഞ്ഞ ചിരി. ഞാൻ മകളെയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി, ആരോടും ഒന്നും പറയാതെ. സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷെ അതിപ്പോഴും ആരുടെ പേരിലാണെന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. പണ്ടെങ്ങും ഉപ്പ പണിയെടുത്ത തറവാട്ടിലെ കാരണവർ ഇഷ്ടദാനം പോലെ നീട്ടിയ 10 സെന്റ് ഭൂമിയിൽ ഒരു കുഞ്ഞു ഓടിട്ട വീട്. അവിടെ ഇപ്പോൾ ആരുമില്ല. ഒരു ആക്സിഡന്റിൽ ഉപ്പയുമ്മയും കൂടപ്പിറപ്പും മണ്ണിലേക്ക് മടങ്ങി. അവർ പോയപ്പോഴാണ് ഞാൻ വീട് ആരുടെ പേരിലാണ് നോക്കുന്നത് തന്നെ. ഉപ്പയുടെ പെട്ടിയിലോ ഉമ്മയുടെ പെട്ടിയിലോ വില്ലേജിലോ ആ വീടിനെ കുറിച്ച് ഒരു രേഖയും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വീട് ഈ ഭൂമി മലയാളത്തിലില്ല തന്നെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബം മറ്റൊരാളുടെ സ്ഥലത്ത് അനധികൃതമായി വീട് കെട്ടി താമസിക്കുന്ന പോലെ. അവിടുത്തെ രേഖയിലെല്ലാം ഉസ്മാൻ ഹാജിയുടെ പേര് തന്നെയായിരുന്നു ഇപ്പോഴും. ഇങ്ങനെ ഒരു പുരയിടം പോലുമില്ല.
എല്ലാം ഉസ്മാൻ ഹാജിയുടെ തൊടിയോട് ചേർന്നുള്ള പറമ്പായിരുന്നു. അതിൽ പെട്ടത് തന്നെ. ഉപ്പയും ഉമ്മയും അവിടെ കുഞ്ഞു വീട് വെച്ച് ജീവിതം തുടങ്ങിയപ്പോൾ ആ സ്ഥലം സ്വന്തം പേരിലേക്ക് മാറ്റാൻ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഒരുപാട് നടന്നെങ്കിലും ഹാജിയാര് നീ അവിടെ കിടന്നോ, അത് നിന്നെ മണ്ണ് തന്നെയാണെന്ന് മാത്രം പറഞ്ഞു. വീണ്ടും വീണ്ടും ഒരാളെ പോയി ഉറപ്പിച്ച് കാര്യം നേടുന്നതിൽ ഔചിത്യമില്ലായ്മ 1 2 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോകുന്നതിൽ നിന്ന് എന്നെയും വിലക്കി. എന്തെങ്കിലും അതിന്റെ പേരിലേക്കാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അതിന് പണം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാനും തയ്യാറാണ്. ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയാണ് സെബീനെ അവിടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. ചുമര് വിണ്ടിയേറിയ ഓടുകൾ പൊട്ടിച്ചിതറിയ കൗക്കോൽ ചീതൽ കയറി ദ്രവിച്ച വീട്ടിൽ അവളെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് നിർത്തും? പക്ഷെ അവൾ എന്നോട് അന്നേ പറഞ്ഞിരുന്നു, ഞാനിവിടെ നിന്നോളാം, രാത്രി കുറച്ച് പേടി തോന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ല കാക്കൂ എന്ന്. മുകളിൽ എന്നെയും മക്കളെയും സദാസമയം വീക്ഷിക്കുന്ന പടച്ചവനില്ലേ, പടച്ചവൻ കാണുന്നുണ്ടെന്ന് കരുതി പൊട്ടിയ ഓട്ടിനിടയിൽ നിന്നാൽ അത് തലയിൽ വീഴുമ്പോൾ തട്ടിമാറ്റാൻ മൂപ്പര് വരൂല. വിണ്ടുകീറിയ ചുമരിടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോൾ താങ്ങി നിർത്താൻ നിൽക്കൂല. അതിനാണ് മനുഷ്യനെന്ന ഇരുകാലി മൃഗത്തിന് മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു സവിശേഷ ബുദ്ധി ദൈവം തന്നെയെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ ദുഃഖങ്ങൾ എല്ലാം ഞാൻ അങ്ങനെ തന്നെ കാണുന്നു. എല്ലാം ഒരു വിധിയാണ്. നമുക്ക് ചുറ്റുമുള്ളവരിൽ വേണ്ടപ്പെട്ടവർ ആരാണെന്ന് അറിയാനുള്ള ഒരു അവസരം. ഉപ്പ പറഞ്ഞ പോലെ നല്ല ശമ്പളമുള്ള പണി തന്നെയായിരുന്നു എനിക്ക്. മാസം 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളവും ഉണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും കൂടെപ്പിറപ്പ് ആക്സിഡൻ്റായി ഹോസ്പിറ്റലായിരുന്നപ്പോൾ കയ്യിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസയൊന്നും നോക്കിയില്ല. ബാങ്ക് ബാലൻസ് 0 ആകുന്നവരെ അവർ ചികിത്സിച്ചു. കയ്യിലുള്ള പൈസ മുഴുവൻ കഴിഞ്ഞപ്പോൾ സെബീനയുടെ കയ്യിലുള്ള കഴുത്തിലുള്ള ഊരി തന്നു. അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ പറഞ്ഞു. പക്ഷേ പണത്തിന് മുകളിലായിരുന്നു വിധി എന്ന 2 അക്ഷരം. 2 ആഴ്ച ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അവർ ഒന്നിനു പിറകെ ഒന്നായി 2 ദിവസത്തെ ഇടവേളയിൽ 3 പേര് യാത്ര പോയി. എന്നോടൊരു വാക്ക് പോലും പറയാതെ. എൻ്റെ മകളിൽ തൊട്ടടുത്ത് തന്നെ 3 കബറുകൾ പൊന്തി. ഉപ്പ, ഉമ്മ, അനിയൻ. അതിനുശേഷമായിരുന്നു പടച്ചവൻ അടുത്ത തിരിച്ചടി വന്നത്. എന്താ പറയാ, 6 മാസമായി ശമ്പളം എന്നൊരു സാധനം കിട്ടാതെയായപ്പോഴായിരുന്നു എൻ്റെ പെണ്ണ് തന്നെ എന്നെ എക്സിറ്റ് അടിച്ച് പോരാൻ നിർബന്ധിച്ച്. റൂമിന് തൊട്ടടുത്ത അഫ്ഗാനികൾ നടത്തുന്ന റൊട്ടിക്കടയിൽ അവർ വൈകുന്നേരം ഒഴിവാക്കാനായി വെക്കുന്ന 2 റൊട്ടിയായിരുന്നു എൻ്റെ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും. കൂടെ ഭാരതീയ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളവും. അത്രയും രുചിയോടെ ഞാൻ ഇന്നുവരെ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. എൻ്റെ മുന്നിൽ വിഭവ സമൃദ്ധമായ ഏത് ഭക്ഷണം വന്നാലും ഞാനത് ഓർക്കും. അതോർത്താൽ ഒരു ഒറ്റ നിലത്തേക്ക് ചാടിയാൽ പോലും വേദനയാണ്. അല്ലാ, ഇതുപോലും കിട്ടാത്ത എത്ര പേരെൻ്റെ ചുറ്റിലുമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ പുതിയൊരു ജോലി പെട്ടെന്ന് കിട്ടുമല്ലോ എന്നായിരുന്നു സെബീനയുടെ ഉള്ളിൽ. പക്ഷേ 2 മാസം പുതിയ പല കമ്പനികളിലും ട്രൈ ചെയ്തെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ശമ്പളം വളരെ കുറവായിരുന്നു അവരെല്ലാം പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂവിന് പോകുന്നതുകൊണ്ട് തന്നെ നാട്ടിലൊരു ജോലിക്ക് പോകാൻ കഴിഞ്ഞതുമില്ല. ഓരോന്നും ചിന്തിച്ച് വീടെത്തി ഞാൻ അറിഞ്ഞില്ല. വീടിന്റെ മുറ്റം മുഴുവൻ കരിയില നിറഞ്ഞിരിക്കുന്നു. ആൾപ്പെരുമാറ്റമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചുമരി നിറയെ ചിലന്തി വല നെയ്തൊരു കൂട്ടുകുടുംബം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1-2 കിളിക്കൂടുകൾ ഉണ്ടായിരുന്ന കോലായിലെ തൂണിന് മുകളിൽ. ചെറിയ മകൾ അത് കണ്ട് കൈകൊട്ടി സന്തോഷിച്ചു. ഞാനത് അവിടെ തന്നെ വെച്ചു. ഞാനും എൻ്റെ പെണ്ണും വീട് മുഴുവൻ വൃത്തിയാക്കി. പെരുമാറ്റം കണ്ട് ഉസ്മാൻ ഹാജിയുടെ വീട്ടിൽ നിന്ന് ആരോ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്നതായി കണ്ടു. കുറച്ച് സമയത്തിന് ശേഷം അവിടേക്ക് ഉസ്മാൻ ഹാജിയുടെ 2 മക്കൾ കയറി വന്നു. പടച്ചോനെ, ഈ കൂരിൽ നിന്ന് എന്നെ ഇറക്കി വിടുകയാണോ? എൻ്റെ ഉള്ളിൽ ആ സമയം നിറഞ്ഞത് ആ ചോദ്യമായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയാൽ ഇനി ഞാനും എൻ്റെ കുടുംബം എങ്ങോട്ട് പോകും? ഒരിക്കലും തീരാത്ത പരീക്ഷണങ്ങൾ. എൻ്റെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഹൈദർ, ഞങ്ങൾ 1-2 പ്രാവശ്യം വന്നിരുന്നു. ഉസ്മാൻ ഹാജിയുടെ മൂത്ത മകൻ റഹീം എൻ്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് സലാം ചൊല്ലി. ഞാനിവിടെ ഇല്ലായിരുന്നു ഇക്ക, അവിടെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം. ഞങ്ങൾ കുറച്ച് അവകാശം തന്നെ ഇക്ക, ഒരു പുതിയ വാടക വീട് കണ്ടെത്തുന്നവരെ. അതുവരെ എന്നെ എൻ്റെ മക്കളെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്. അത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. താൻ എന്താണോ ഹൈദരെ പറയുന്നത്? തന്നെയും തൻ്റെ കുടുംബത്തെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയോ? അല്ലാ, താൻ ഞങ്ങളെക്കുറിച്ച് അതാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ വീടും പറമ്പ് നിന്റെ പേരിലേക്ക് എഴുതി ചേർക്കാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് ഒന്ന് പോയാലെന്ന് ചോദിക്കാമെന്നാണ് ഞങ്ങൾ. ഉസ്മാൻ ഹാജിയുടെ 2ാമത്തെ മകൻ അബ്ദു പറയുന്ന കേട്ടപ്പോൾ എൻ്റെ ഉള്ളം മഞ്ഞ് വീഴുന്ന പോലെ തണുക്കുന്ന ഞാൻ അറിഞ്ഞു. ഒരിക്കൽ കൂടെ അവരുടെ വായിൽ നിന്ന് ആ വാക്കുകൾ കേൾക്കാൻ എൻ്റെ ഹൃദയമല്ലാതെ കൊതിച്ചു. നീ ഞെട്ടണ്ട, ഈ വീടും പറമ്പ് നിന്റെ ഉപ്പയുടെ പേരിലേക്ക് മാറ്റിയതിൻ്റെ രേഖ ഞങ്ങളുടെ ഉപ്പയുടെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷേ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഉപ്പാക്ക് 6 മാസമായിട്ട് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അതായിരിക്കാം നീ വന്ന് ചോദിച്ചപ്പോഴും അതിനെക്കുറിച്ച് മറന്നുപോയത്. ഉപ്പാന്റെ പെട്ടി പരിശോധിച്ചപ്പോഴാണ് ഈ രേഖ ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല, ഉപ്പ മറ്റൊന്നുകൂടി എഴുതിയിരുന്നു. നിങ്ങളുടെ വീട് ഞങ്ങളുടെ ചെലവിൽ പുതുക്കി പണിത് കൊടുക്കാൻ. ഞങ്ങൾ അതും കൂടെ സംസാരിക്കാനാ വന്ന്. തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ. അവരതും പറഞ്ഞ് എന്നെ നോക്കി. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞ് സെബീനയെ നോക്കിയപ്പോൾ അവൾ 2 കൈകൾ മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. റബ്ബിനോട് നന്ദി പറയുകയായിരുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എൻ്റെ ചുണ്ടിലും ആ ദിക്ർ ഒഴുകി വന്നു.